ഒരു വീട്ടിൽ തനിയെയാണ് 5 വർഷമായി ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു യുവതിക്ക് എന്തായിരിക്കും പറയാൻ കാണുക? എന്തായാലും നമുക്ക് അമലയുടെ മേലേക്കൊന്ന് കിടക്കാം. മാഡം, എൻ്റെ പേര് അമല, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 35 വയസ്സുണ്ട്. എൻ്റെ 22ാമത്തെ വയസ്സിൽ ഒരാളെ പ്രേമിച്ച് ഞാൻ വിവാഹം കഴിച്ചതാണ്. അടുത്ത വർഷം തന്നെ കുട്ടിയുമുണ്ടായി. പെൺകുട്ടിയാണ്. ഭർത്താവ് ഞാനും കൂടി 5 വർഷം സുഖകരമായി ജീവിച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്കകന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്നറിയില്ല. മറ്റൊരാളെ പ്രേമിക്കാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റിയ അവസ്ഥയിലല്ല. ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ഭർത്താവ് ജോലി ചെയ്തിരുന്നത്. അവിടെ എനിക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോഴാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ. അവർക്ക് ഞാൻ ചെലവിന് കൊടുക്കണം എന്നുള്ള രീതിയിൽ. എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. തുച്ഛമായ വരുമാനം മാത്രമായിരുന്നു. എല്ലാം കൂടി ഞാൻ ബുദ്ധിമുട്ടി. അപ്പോഴാണ് ഹസ്ബൻഡിന് കുറച്ച് സെറ്റിൽമെൻറ്റ് തുക കിട്ടിയത്. അത് അവർക്ക് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ഞാൻ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് അങ്ങോട്ടേക്ക് മാറി. എങ്കിലും കിട്ടിയ തുകയിൽ 75% അവർക്ക് കൊടുത്തു. അതോടുകൂടി അവർക്ക് സന്തോഷമായി. അവരുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മകളെ വളർത്തി ഞാൻ തനിച്ച് ജീവിക്കുകയായിരുന്നു. മറ്റാരും എൻ്റെ ജീവിതത്തിൽ കടന്നു വരരുത് എന്നതുകൊണ്ട് ഞാൻ അധികം ആൾക്കാരോട് സംസാരിക്കാറില്ല. പിന്നെ വീടിന് നല്ല ഉയർന്ന ചുറ്റുമതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും എനിക്ക് മുഖാമുഖം സംസാരിക്കേണ്ടി വന്നില്ല. അടുത്ത വീട്ടിലെ 2-3 ചേച്ചിമാരുമായിട്ട് എനിക്ക് നല്ല സൗഹൃദ ബന്ധമുണ്ട്. എന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴൊന്നും പോകില്ല. മതിലിൻ്റെ അവിടെ നിന്ന് സംസാരിക്കും, പുറത്തിറങ്ങുമ്പോൾ കാണും, അത്രയൊക്കെ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പക്ഷേ എൻ്റെ സ്വഭാവത്തിൻ്റെ ഓപ്പോസിറ്റാണ്. കുഞ്ഞിലെ മുതൽ എൻ്റെ മകൾ, അവൾ കിലുക്കാമ്പെട്ടിയാണ്. അതീവ സുന്ദരിയുമാണ്. പിന്നെ ഡാൻസ് കളിക്കും, പാട്ട് പാടും, എല്ലാത്തിനും അവൾ ശ്രദ്ധാകേന്ദ്രയാണ്. ഒരു വട്ടം ഏതോ യൂട്യൂബർ അവളുടെ വീഡിയോ ഡാൻസ് കളിക്കുന്നത് എടുത്തിട്ടു. അതിന് മില്യൺ വ്യൂസ് പോയി. അങ്ങനെ അവൾ ഫേമസ് ആയി. അതോടുകൂടി ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അവളോട് വലിയ താല്പര്യമായി. അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ ഇവിടെ വന്ന് അവളെ കാണാനും കൊഞ്ചിക്കാനും ഒക്കെ തുടങ്ങി. സുന്ദരിയായ കുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വാത്സല്യം അങ്ങ് കൂടി. എൻ്റെ മോൾക്കും അത്രയും നാളെ ബന്ധുക്കളെ കണ്ട് വലിയ പരിചയമൊന്നുമില്ലല്ലോ. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൾക്കും ഇഷ്ടമായി. അങ്ങനെ പതുക്കെ പതുക്കെ അവൾ ഹസ്ബൻഡ് വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങി. അച്ഛമ്മയും അച്ഛച്ചനെയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞു കൂടുതൽ അടുക്കണ്ടെന്ന്. പതിയെ പതിയെ അവരുടെ മനമാറ്റം വന്നതുകൊണ്ടായിരിക്കാം അവളുടെ ചെലവുകളൊക്കെ അവർ നോക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ പണം കിട്ടിയതല്ലേ, അതൊക്കെ ബാങ്കിൽ കിടക്കുകയാണ്. വേറെ ആർക്കും കൊടുക്കാനുമില്ലല്ലോ. എന്നെ അവിടുന്ന് ഇറക്കി വിട്ടതിന് സമാനമാണ്. എന്തായാലും ഞാൻ അതിൽ ഇടപെടാൻ പോയില്ല. പിന്നെ ആഴ്ചയിൽ 4-5 ദിവസം അവളിവിടെ കാണില്ല. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അവളവിടെ പോകും. ദിവസങ്ങളിൽ ഇവിടെ വന്ന് നിൽക്കും. ആദ്യമൊന്നും എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. പിന്നീട് അവർ ആത്മാർത്ഥതയോടുകൂടിയാണ് അവളുടെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ നിന്ന് പണമൊന്നും ചിലവാകാതായി. ഞാൻ എനിക്ക് കിട്ടുന്നതൊക്കെ സേവ് ചെയ്യാനും തുടങ്ങി. പിന്നെ ഞാൻ അവരെ ഒന്നും പറയാൻ പോയില്ല. പിന്നെ തനിച്ച് താമസിക്കണമല്ലോ, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മോളുണ്ടെങ്കിൽ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരിക്കും. പക്ഷേ അവൾ 5-6 ദിവസത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ കുറേയൊക്കെ സഹിച്ചു. ആരെങ്കിലും ബന്ധുക്കളൊക്കെ വേണമല്ലോ. എൻ്റെ വീട്ടുകാരെ സഹകരിക്കത്തില്ല. എന്തായാലും അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ തനിയായല്ലോ. നേരത്തെ വീട്ടിലേക്ക് അധികം ആൾക്കാരെ ഞാൻ പ്രവേശിപ്പിക്കില്ല. പിന്നെയാണ് രാധിക ചേച്ചി അപ്പുറത്തെ വീട്ടിലെ അവരുടെ ഹസ്ബൻഡും അവിടെയില്ല, ദൂരെയാണ് ജോലി. ഇപ്പം 2-3 വർഷമായിട്ട് അങ്ങനെയാണ്. ചേച്ചിനോട് പറഞ്ഞു, എടി മോളെ, ഒരു കാര്യം ചെയ്യാം. നീയാണെങ്കിൽ ഒരു ദിവസം എൻ്റെ കൂടെ വന്ന് കിടക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വന്ന് കിടക്കാം. എനിക്കാണെങ്കിൽ ബോറടിക്കാൻ തുടങ്ങി. പിള്ളേരോടെ ഇല്ല. ചേച്ചിക്ക് 45 വയസ്സുണ്ട്. അയ്യോ ചേച്ചി, ഞാനങ്ങനെ മറ്റു വീടുകളിലൊന്നും പോകാറില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എടി, എങ്കിൽ ഹസ്ബൻഡ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നിൻ്റെ കൂടെ വന്ന് കിടക്കട്ടെ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, എന്ത് ചെയ്യാനാ, അവർ ചോദിച്ചതല്ലേ. ഞാനും മോളങ്ങ് മാറി നിൽക്കുന്നതിൽ ഇത്തിരി ദുഃഖിതയായിരുന്നല്ലോ. അപ്പം ചേച്ചി ഒരു കൂട്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. സാധാരണ ഞാൻ അങ്ങനെ ആരെ അടുപ്പിക്കാത്തതിൻ്റെ കാര്യം ഭർത്താവ് മരിച്ച കാര്യവും അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് കഴിയുന്ന കാര്യവും പിന്നീട് കല്യാണം കഴിക്കണ്ടേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. കമ്പനിയാണെങ്കിൽ ബിസിയാണ്. അതുകൊണ്ട് അധികം ആരും ഒന്നും ചോദിക്കാനില്ല. അവിടെ അധികം സൗഹൃദങ്ങളുമില്ല.
പരിചയക്കാർ മാത്രമേ ഉള്ളൂ. എൻ്റെ ജോലി ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. പക്ഷേ ചേച്ചി വന്ന് എൻ്റെ മുറിയിൽ ഒരേ കട്ടിലിൽ കിടക്കാൻ തുടങ്ങുന്നതിൽ പിന്നെ ചേച്ചി രാത്രിയിൽ കുറേ നേരം സംസാരിക്കും. എടി, ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടും ഇത്രയും വർഷമായി നീ എങ്ങനെയാണ് ഈ 4 മതിൽക്കെട്ടിന് ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറട്ടെ, എനിക്കിപ്പോൾ 45 വയസ്സായി. എന്നാലും എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്സാകുമ്പോഴില്ലേ എനിക്ക് ഒരു ഇരിക്കപ്പുറത്തില്ല. ഇത്രയും നാളായിട്ടും ഞങ്ങൾ തമ്മിലുള്ള ഇമ്പം ഒട്ടും കുറഞ്ഞിട്ടില്ല. എടി, ഒരു 4-5 ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരൻ വരുമ്പോഴുള്ള മാമാങ്കം ഒന്ന് പറയേണ്ടത് തന്നെയാണ്. എൻ്റെ പൊന്നു ചേച്ചി, എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കും. എടി, ഇതൊക്കെ നോർമൽ കാര്യങ്ങളല്ലേ. അത് മാത്രമല്ല, നീ ഹസ്ബൻഡും കൂടെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. എന്തായാലും ഒരു കുട്ടിയുണ്ട്. നിങ്ങൾ ചുമ്മാതിരിക്കായിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഓർമ്മകൾ നിനക്കിപ്പോഴുമില്ലേ? ആ ഓർമ്മകൾ ഉള്ളത് കൊണ്ടാണ് ചേച്ചി മറ്റാരെയും ഞാൻ അടുപ്പിക്കാത്തത്. എനിക്കാണെങ്കിൽ അദ്ദേഹമല്ലാതെ ആരോടും താല്പര്യമില്ല. അതൊക്കെ നിനക്കങ്ങ് തോന്നുന്നതാണ്. നിനക്ക് ഇനിയും വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ നിനക്ക് നല്ല ഒരു ഫ്രണ്ടിനെ കണ്ടെത്താം. ഇപ്പോഴത്തെ കാലത്ത് ലിവിങ് ടുഗദറും ഒക്കെ ഇല്ലടി. നിനക്കെന്താ, നല്ലൊരു ആൺതുണയ്ക്ക് എന്താ പ്രശ്നം? ഓ വേണ്ട ചേച്ചി, റിസ്ക് ആണ്. മോള് വളരട്ടെ. വളർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞല്ലേ മോളെ, നീ അവസാനം കിളവിയാകും. ആരും നോക്കുകയില്ല. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? ഓ, ഞാനങ്ങ് പറഞ്ഞതാണ്. ഞാനും ഭർത്താവും ഇപ്പോഴും ആക്റ്റീവാണെങ്കിൽ 35 വയസ്സാകാറായ നീ എന്തിനാണ് ഇങ്ങനെ തനിച്ച് കഷ്ടപ്പെടുന്നത്? ചേച്ചി, എനിക്ക് കഷ്ടപ്പാടൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ ശരിക്കും ഒരു ഉറച്ച പാറയാണ്. അപ്പോൾ ചേച്ചി എന്നെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, എടി, പാറ ഇല്ലേ, അത് ഉറച്ചതാണെന്ന് നീ പറയുന്നു. ഉറച്ച പാറയ്ക്കുള്ളിലാണ് ഒരു കാര്യം. എന്താ ചേച്ചി? എടി, അഗ്നിപർവ്വതം. നമ്മൾ ഭൂമി തുറന്നോടുന്ന് പോയാലേ അവിടെ ലാവ തിളച്ചുകൊണ്ടിരിക്കുകയാണത്രേ. അപ്പോൾ കല്ലിൻ്റെ അടിയിലെല്ലാം ഇല്ലേ ശരിക്കും ലാവയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മളാണെങ്കിൽ ഒരു കല്ല് പോലെ അതിന് ആവരണം അങ്ങ് തീർക്കുകയാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസമില്ലേ കല്ല് ആരെങ്കിലും ഒന്ന് ഇളക്കി മാറ്റിക്കഴിഞ്ഞാലില്ലേ, അല്ലെങ്കിൽ തനിയെ കല്ലിന് ഒരു ബലക്ഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ താഴെ കിടക്കുന്ന ലാവയെല്ലാം പുറത്തങ്ങ് വരും. ഒന്ന് പോ ചേച്ചി. ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കാണെങ്കിൽ അങ്ങനൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. യാതൊരു ആക്ടിവിറ്റിയും ഇല്ലാതെ എല്ലാം അടക്കി പിടിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പലവിധ അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഒന്ന് പോ ചേച്ചി, പേടിപ്പിക്കാതെ. ചേച്ചി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് വായിച്ച് തലയ്ക്ക് വട്ടായതാ. എടീ, സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പക്ഷേ വലിയൊരു ഡോക്ടറാണ് പറയുന്നത്, എല്ലാ യോഗ്യതയുള്ള ആൾ. എൻ്റെ പൊന്നു ചേച്ചി, എനിക്കിതിലൊന്നും വിശ്വാസമൊന്നുമില്ല. അതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ എന്താ പ്രശ്നം? പറഞ്ഞിട്ട് കാര്യമില്ല. പോത്തിന് എന്ത് ഏത്തവാഴ. എടി, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. നീ ഇങ്ങനെ ഒത്തിരി വർഷമായിട്ട് വെറുതെ ജീവിക്കരുത്. അത് പ്രശ്നമുണ്ടാകും. നിനക്ക് ഈ പ്രായത്തിൽ ഇനിയൊരു 10-20 വർഷം കൂടെ സജീവമായി ജീവിക്കണം. നീ കല്യാണം കഴിക്കണ്ട. നല്ല ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്ക്. ഒന്ന് പോ ചേച്ചി, അതൊക്കെ റിസ്ക് ആണ്. എടി, ഒരു റിസ്ക്കും ഇല്ല. ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു കളിത്തോഴനെ നിനക്ക് കിട്ടില്ലേ മോളെ? എനിക്കറിയില്ല. ചേച്ചിക്കറിയാമെന്നുണ്ടെങ്കിൽ ചേച്ചി നോക്ക്. എടി, ഞാൻ നോക്കട്ടെ. 24 മണിക്കൂറും ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞ ചേച്ചിക്ക് അന്യപുരുഷന്മാരുമായിട്ട് എന്താ ബന്ധം? എന്താടി, അന്യപുരുഷന്മാരോട് മിണ്ടാൻ പാടില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോടും ചർച്ച ചെയ്യാം. നിനക്ക് പറ്റിയൊരാളെ ഞാൻ കണ്ടുപിടിച്ച് തരട്ടെ? എനിക്കങ്ങ് വേണ്ട, എനിക്കിഷ്ടമല്ല. യോ, ഇങ്ങനൊരു പെണ്ണ് ഒരു പ്രയോജനമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ ദേഹത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താ ചേച്ചി? അല്ല, നീ പറഞ്ഞല്ലോ നിനക്ക് ഒന്നിലും താല്പര്യമില്ലെന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു രീതിയിലുള്ള തെളിവുകളും കാണില്ല. തെളിവുകളോ? തെളിവുകളെന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് തെളിനീരുറവാന്ന് പറയാം. ചേച്ചിക്ക് വട്ട് പിടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അല്ല മോളെ, ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും നീ അങ്ങ് സഹിക്കണം. കാരണം എനിക്ക് നീ പറഞ്ഞതിൽ ഒട്ടും വിശ്വാസമില്ല. ഞാനൊന്ന് നോക്കട്ടെ. വട്ടം കറങ്ങി നോക്കുമ്പോഴേക്കും വരണ്ട മരുഭൂമിയിലെ പുൽമേടുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ പറയാം. നീ പറഞ്ഞത് കറക്റ്റാണ്. നിനക്ക് ഒന്നിനോട് താല്പര്യമില്ല. പക്ഷേ 5-6 വട്ടം ചുറ്റിക്കറങ്ങി വരുമ്പോഴേക്കും അത് പച്ചപ്പുൽമേട്ടിലെ ഒഴുക്കുള്ള തടാകമായി തീരുകയാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് കള്ളം. ചേച്ചി, ഞാൻ ഒന്നും സമ്മതിക്കില്ല. ചേച്ചി ആവശ്യമില്ലാത്ത ഒരൈഡിയയും കൊണ്ട് എൻ്റെ അടുത്ത് വരാതെ ഒന്ന് മാറിക്കിടന്നേ. ഇങ്ങോട്ട് വന്ന് കൂട്ടുകിടക്കാന്ന് പറഞ്ഞത് ഇതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി, ഞാൻ നിന്നോട് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. നിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഞാൻ നോക്കട്ടെ. നിനക്ക് ഒരു വിധത്തിലുമുള്ള ചലനങ്ങളില്ലെങ്കിൽ ഞാൻ അത്
സമ്മതിച്ചു. ഇനി അങ്ങനെയല്ല, സ്ത്രീ സഹജമായ ഒരു വാസന നിനക്കുണ്ടെങ്കിൽ നീ ഈ പറച്ചിലൊക്കെ നിർത്തണം. എന്നിട്ട് ഒരാളെ കണ്ടുപിടിക്കണം. ആ ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. അതിപ്പോൾ ആണുങ്ങളെയല്ലേ, അതിന് ചേച്ചി എന്തിനാണ് ടെസ്റ്റിങ്ങിന് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഇതിപ്പോൾ ടെസ്റ്റിംഗ് നടത്താൻ ആരാണെങ്കിലും മതി, യോഗ്യതയുള്ള ആളുകൾ. എനിക്കാണെങ്കിൽ നല്ല യോഗ്യതയുണ്ട്. എൻ്റെ ഭർത്താവ് എത്രയോ വർഷമായി എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാനൊരു പെണ്ണാണ്. ഒരു പെണ്ണിനല്ലേ മറ്റൊരു പെണ്ണിനെ കൂടുതൽ അറിയുള്ളൂ. ചേച്ചി ചുമ്മാതിരിക്കും. ചേച്ചി പറഞ്ഞു, സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, നീ സമ്മതിക്കണം. ഇതിനിടയ്ക്ക് പിടിയും വലിയും ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു, ഞാൻ നോക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല. നിനക്ക് ഒരു ആഗ്രഹവുമില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അത് അംഗീകരിക്കും. ഞാനൊന്നും പറയാൻ വരില്ല. ആഗ്രഹങ്ങളുടെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് ഇനിയും നിർബന്ധിക്കും പുതിയൊരു ജീവിതം കണ്ടെത്താൻ. ഇത് വല്ലാത്ത തലവേദനയാണല്ലോ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, തലവേദനയാണ്, പക്ഷേ നീ ഇത് സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ നിർബന്ധിച്ചു. ഞാൻ ഓർത്തു, ഈ സ്ത്രീക്കും എന്തോ തലയ്ക്കോളമാണ്. അവൻ നോക്കിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. എൻ്റെ അമ്മയല്ലേ പണ്ട് എന്നെ നല്ലപോലെ ശുശ്രൂഷിച്ചത്, അതുപോലെയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ചേച്ചി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മനസ്സ് കല്ലാക്കി. പിന്നെ എനിക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവരിപ്പം ഒരു ഭൂമിയിലെ ഒരു ഉറവയും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചി 1 2 3 4 5 അത്രയും വരെ ഞാൻ എണ്ണി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മകൾ പണ്ടത്തെ ഏതോ മധുവിധ കാലത്തിലേക്ക് പോയി. വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവെന്നുള്ള കവിത ഞാൻ അപ്പോൾ മനസ്സിൽ ഓർത്തു. പിന്നെ വിരലുകൾ ചെറിയ രാഗം പാടും. പക്ഷേ ഇതിന് പകരം വരേണ്ടത് വലിയൊരു രാഗവിദ്വാനാണ്. മണിക്കൂറുകളോളം രാഗം താനും പല്ലവി മീട്ടേണ്ട ആൾ എന്ന് ഞാൻ മനസ്സിലോർത്തു. എൻ്റെ കള്ളി പുറത്തു ചാടി. ചേച്ചി തെളിവോടുകൂടി ലൈറ്റ് ഇട്ടിട്ട് എന്നെ കാണിച്ചു. പറയടി, നീ മരുഭൂമിയാണോ അതോ കനത്ത ആമസോൺ കാടാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും മറുപടി പറയാനില്ലായിരുന്നു. തെളിവുകളല്ലേ ചേച്ചി പറഞ്ഞു. ഞാൻ കൂടുതൽ അങ്ങോട്ട് തുടങ്ങുന്നില്ല. കാര്യം എനിക്ക് നിന്റെ വാദം ഒന്ന് പൊളിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, നീ മറ്റു കാര്യങ്ങൾക്ക് ഫിറ്റാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. തൽക്കാലം ഞാൻ നാളെ നിനക്ക് ഒരു സൂത്രം കൊണ്ടുവരാം. എന്താ ചേച്ചി ആ സൂത്രം? ആ സൂത്രം എന്താണെന്ന് നാളെ നീ കണ്ടാൽ മതി. നീ വിചാരിക്കുന്ന സൂത്രമല്ല, എന്നാലും വിചാരിക്കുന്നതിനേക്കാൾ സ്പെഷ്യലാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചേച്ചി കൊണ്ടുവരുന്നത് ഞാൻ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു. പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്താ ചേച്ചി 2 തരം? ഒന്ന് ചേച്ചി കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കണ്ടോ, ഇത് ആണുങ്ങൾ വന്നില്ലെങ്കിലും പകരം എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ കാണിച്ചു. മനസ്സിലായി. ആകൃതിയും വികൃതിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. രണ്ടാമത്തെ എന്താ ചേച്ചി? ഒരു ചെറിയ വട്ടം വട്ടം ഇങ്ങനെ മുത്തുപോലെ. അപ്പോൾ ചേച്ചി പറഞ്ഞു, മുത്ത് സ്പെഷ്യൽ ഇഫക്ട്സിന് വേണ്ടി ഉള്ളതാണെന്ന് പറഞ്ഞു. ചേച്ചി എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാകുന്നു. വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമോ? ഇല്ലടി, ഞാനാണെങ്കിൽ ഇതൊക്കെ സാനിറ്റൈസറൊക്കെ ഇട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. ഒരു പ്രശ്നം ഉണ്ടാകില്ല. അല്ലാതെ ഇതുകൊണ്ട് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമോ? ഏയ്, ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ വാഷബിളാണ്. അതല്ല ചേച്ചി, അല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടാകുമടി? ഉണ്ടാകും. നിനക്ക് നല്ലൊരു ഫീലിങ്സ്, നല്ലൊരു ജീവിതം ഒക്കെ ഉണ്ടാകും. ഇത് നിനക്കൊരു വഴിത്തിരിവായിരിക്കുമെന്ന് പറഞ്ഞു. ചേച്ചി എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം ഇന്നലെ രാത്രി ചേച്ചിയുടെ ടെസ്റ്റിന് വിധേയമായല്ലോ. അത് കഴിഞ്ഞതിൽ പിന്നെ ചേച്ചിയോട് എനിക്ക് മാനസികമായൊരു വിധേയത്വമുണ്ട്. അവർ ഇത്തിരി ഓവറാണെന്ന് എനിക്കറിയാം. എന്നാലും അവരെ നിഷേധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ചേച്ചി എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. എന്തായാലും ചേച്ചി അനുസരിക്കാൻ തരമില്ല. പക്ഷേ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാം. അതിനുവേണ്ട എല്ലാ സംഗതികളും ആ പാക്കറ്റിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ അത്ഭുതപ്പെട്ടു പോയതും സ്ത്രീകൾക്ക് സാധാരണ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചേച്ചിക്കറിയാം. ചേച്ചി പറഞ്ഞു, നിന്നോട് തനിച്ചെനിക്ക് ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആദ്യമാകുമ്പോഴേക്കും നിനക്കതിൽ അനുഭവജ്ഞാനമില്ല. അതുകൊണ്ട് ആക്രാന്തം ഒന്നും കൂടാതെ കൺട്രോള് ഒക്കെ കൂടി ഞാൻ തന്നെ എല്ലാത്തിനും ഉദ്ഘാടനം ചെയ്യാം. ആദ്യം എന്തായാലും റീപെയിൻറ്റ് ചെയ്യാത്ത സിറ്റ് ഔട്ടിൽ കൂടി സ്വീകരണ മുറി പോയി ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നുള്ള അർത്ഥത്തിൽ മിണ്ടാതിരുന്നു. ചേച്ചി തന്നെയാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാനൊന്ന് ചിണുങ്ങുകയും
പിണങ്ങുകയും ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ചേച്ചിയുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അറിയാവുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടത്തെ ഓർമ്മകളും മധുവിധവും ഓർമ്മ വരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നീണ്ട നേരം കാത്തിരിപ്പിൻ്റെ അവസാനങ്ങൾ ഇല്ലാത്ത അനുഭവങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമെന്ന് എനിക്കന്ന് മനസ്സിലായി. എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരവസരം പോലും ആയിരുന്നില്ല. ഞാൻ ആ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങളാണ് പറഞ്ഞത്. എനിക്ക് ഒരു വാചകം മുഴുവൻ പറയാൻ വയ്യ. ചേച്ചി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കാര്യം പിൻവാതിലിൻ്റെ ഒരു കൊളുത്താണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അത് വേണ്ടാന്ന്. ചേച്ചി പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെയല്ല, ഇതും വളരെ വ്യത്യാസമാണ്. പിൻവാതിലിൻ്റെ കൊളുത്തെടുത്താലല്ലേ പിൻവാതിൽ കൂടി മുൻവാതിൽ വരാൻ പറ്റുമെന്ന്. എന്താ ചേച്ചി പറഞ്ഞത്? അതെല്ലാം നിനക്ക് മനസ്സിലാകും. ഇത് പ്രത്യേകമുള്ളതാണ്. ഇത് ആണുങ്ങളും പെണ്ണുങ്ങൾക്കുമെല്ലാം ഒരുപോലെ കൊള്ളാം എന്ന് പറഞ്ഞ് ചേച്ചി കാണിച്ചപ്പോൾ എനിക്ക് പേടി തോന്നിയെങ്കിലും, പക്ഷേ ചേച്ചി എന്നോട് അടുത്ത് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സമ്മതിച്ചു. എൻ്റെ സമ്മതം ഒരു മൗനം സമ്മതം പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് വല്ലാത്ത ത്രില്ലായിരുന്നു. ഈ 45-ാം വയസ്സിലും അവർക്ക് ഈ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ഹസ്ബൻഡാണ്. അങ്ങേർക്ക് ഒത്തിരി ഇഷ്ടമാണ് ചേച്ചിയുടെ ആവേശത്തിന് കൂട്ടുനിൽക്കാൻ. അതേപോലെ തന്നെ ഇത്തരം ഒത്തിരി കളക്ഷൻസ് അവർക്കുണ്ട്. കണ്ടാൽ ഒരിക്കലും പറയില്ല, മാഡം നാട്ടുപുറത്തെ ഒരു സാധാരണ വീട്ടമ്മ, അത്രമാത്രം നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ചേച്ചി എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ചേച്ചിയുടെ ആവശ്യങ്ങൾ, ചേച്ചിയുടെ ഇഷ്ടങ്ങൾ അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചേച്ചിയുടെ ജീവിതം ഹസ്ബൻഡ് കൂട്ടുനിൽക്കും. തുടർച്ചയായുള്ള ഞങ്ങളുടെ അടുപ്പം മൂലം ഞാൻ ചേച്ചിയെ സഹായിക്കാൻ തുടങ്ങി. ചേച്ചി എന്നെ സഹായിക്കാൻ തുടങ്ങി. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കളിക്കൂട്ടുകാരന് വേണ്ടി നിനക്ക് തേടാമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട ചേച്ചി, റിസ്ക്കാണ്. എനിക്ക് ഇത്രയും പുതിയൊരെണ്ണം, അതും പുതുമയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വരുത്തി തന്നാൽ മതിയെന്നും. ചേച്ചി ഞാനും കൂടാണ് ഇൻ്റർനെറ്റിൽ അതൊക്കെ തിരഞ്ഞത്. എനിക്ക് പുതിയ, ഞാൻ പ്രതീക്ഷിച്ച മികച്ച ഒന്ന് തന്നെ ചേച്ചി സെലക്ട് ചെയ്ത് തന്നു. ചേച്ചിയുടെ പേരിലാണത് വരുത്തിയത്. എനിക്ക് ചേച്ചി സമ്മാനിച്ചു. ക്യാഷ് ഞാൻ കൊടുത്തേ. അതോടുകൂടി ഓക്കെ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ചേച്ചി വരുന്ന സമയത്തൊക്കെ ചേച്ചിക്കും അത് ഉപകാരപ്രദമായിരുന്നു. അത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ട് സ്ത്രീകൾക്കും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഇതിനിടയ്ക്ക് ചേച്ചി എന്നോട് എപ്പോഴും പറയും, എടി രണ്ടാമതൊരു കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ പുതിയൊരു കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ. ഞാൻ പറയും, വേണ്ട ചേച്ചി വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറി. പക്ഷേ മാഡം കുറേ നാളായിട്ട് എനിക്കാണെങ്കിൽ ചേച്ചിയോട് പറയാൻ പറ്റില്ലെങ്കിലുമില്ലേ, ഞാൻ മതിലിൻ്റെ അവിടെ നിന്നൊക്കെ രാത്രി ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ പകലാണെങ്കിലും തനിച്ചിരിക്കുമ്പോൾ നോക്കി കഴിയുമ്പോഴില്ലേ മാഡം, ചില ആണുങ്ങൾ ബൈക്കിലോ അല്ലെങ്കിൽ നടന്നൊക്കെ പോയി കഴിയുമ്പോഴില്ലേ എനിക്കവരെ വിളിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ അവരെ നോക്കാൻ തോന്നുന്നു. നേരത്തെ ആണെങ്കിൽ ഞാൻ ആരുടെ മുഖത്ത് നോക്കില്ല, ആണുങ്ങളെ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ പോകുന്ന ആണുങ്ങളെയൊക്കെ ഞാൻ ശ്രദ്ധിക്കും. അവർ എങ്ങനെയായിരിക്കും, അവരുടെ രൂപം കണ്ടിട്ട് ഞാൻ മറ്റു പലതും ഊഹിക്കും. ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കാണാൻ ഞാൻ ആഗ്രഹിക്കും. അവരുടെ മുഖസൗന്ദര്യം കണ്ടിട്ട് മറ്റു പല സൗന്ദര്യങ്ങളും ഞാൻ മനസ്സിൽ വർണ്ണിക്കും. പിന്നെ പിന്നെ എനിക്ക് പലരോടും ചിരിക്കേണ്ടി വന്നു. ആളുകൾ അവർ പരിചയമുള്ളതാണോ അല്ലയോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷേ എനിക്ക് ഇഷ്ടം തോന്നുന്ന ആൾക്കാരോട് ജസ്റ്റ് ചിരിക്കും. മാടി വിളിക്കണം, വാടാ ഇവിടെ എന്നാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അത് തരം താഴ്ന്നു പോകുമല്ലോ എന്നോർത്തിട്ട് ഞാൻ അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് കടാക്ഷിക്കും. പലരും ഇൻട്രസ്റ്റോടുകൂടി എന്നെ നോക്കാൻ തുടങ്ങി. പക്ഷേ വഴിയിൽ പോകുന്ന ആൾക്കാരെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ പഴയതുപോലെയാണ്. പക്ഷേ വീട്ടിൽ വന്ന് സന്ധ്യ മയങ്ങി രാത്രി ചേച്ചിയൊക്കെ വരുന്ന സമയം വരെയില്ലേ, ഞാനാണെങ്കിൽ ചിലപ്പോഴൊക്കെ മതിലിലൂടെ പോയി നിൽക്കും. എന്നിട്ട് റോഡിലേക്ക് നോക്കി നിൽക്കും. വരുന്ന വണ്ടിയുടെ വെട്ടത്തിലൊക്കെ പലരും എന്നെ കാണും. പലരെ ഞാൻ നോക്കും, ചിലപ്പോൾ പകലും നോക്കും. പക്ഷേ പലരും എന്താ ഞാൻ അകത്തേക്ക് വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഭാവഭേദമൊന്നുമില്ലാതെ നിൽക്കും. എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ല. കാര്യം ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പിന്നെ എന്നെ നിർബന്ധിക്കും. പക്ഷേ മാഡം കഴിഞ്ഞ ആഴ്ചയാണേ, 10 ദിവസം പോലും ആയില്ല, എനിക്ക് ഒരബദ്ധം പറ്റി. ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് ഒരു ചെക്കൻ ജിമ്മിൽ പോയിട്ട് വരുന്നതാണ്. ഞാൻ അവനെ കാണും.
ചിലപ്പോൾ ഈയിടെയായിട്ട് ചിരിക്കുന്നുമുണ്ട്. അവൻ വരുന്നത് കണ്ട് ഞാനൊന്ന് ചിരിക്കുകയും ചെയ്തു. പക്ഷെ അപ്രതീക്ഷിതമായി അവൻ റോഡിൽ നിന്നും എൻ്റെ വീടിൻ്റെ ഗേറ്റിനവിടെ വണ്ടി നിർത്തി. ഞാൻ അകത്തേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഒന്ന് നിന്നേ, ചേച്ചിയുടെ പേരെന്താ എന്നൊക്കെ ചോദിച്ചു. ഞാനപ്പോൾ എൻ്റെ പേര് പറഞ്ഞു. ചേച്ചിയുടെ വീട് ഇവിടെ ആണെങ്കിൽ ചേച്ചി അധികാരോട് മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ സൗഹൃദഭാവത്തിൽ ചിരിക്കുന്നുണ്ട്. എൻ്റെ വീട് എവിടെയാണെന്ന് ചേച്ചിക്ക് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ദേ ഇവിടുന്ന് ഒരു 10 വീട് കഴിഞ്ഞിട്ട് അപ്പുറത്താണ് എൻ്റെ വീട് എന്ന് പറഞ്ഞ് അവൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അകത്തേക്ക് വരട്ടെ, ജിമ്മ് കഴിഞ്ഞ് വരികയാണ്, എനിക്ക് നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞു. അവനെ അകത്തേക്ക് കയറ്റണമെന്ന് ഞാനൊന്ന് ചിന്തിച്ചു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും ഇരുട്ടി. പ്രശ്നമൊന്നുമില്ല, പുറത്ത് ലൈറ്റൊന്നും ഇട്ടിട്ടുമില്ല. ഞാൻ അവനെ വിളിച്ച് വീടിനകത്തേക്ക് കൊണ്ടുവന്നു. അതിൽ എനിക്കെന്തെങ്കിലും നിർദ്ദേശം ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേകിച്ച് ഒന്നും കാണുകയോ പറയുകയോ ഒന്നും ഉണ്ടായില്ല മാഡം. വെള്ളവും കൊടുത്തില്ല. അതിനു മുമ്പ് തന്നെ അവൻ എന്നോട് ചോദിച്ചു എവിടെയാണ് ബെഡ്റൂമെന്ന്. ഞാനാണെങ്കിൽ കൈ ചൂണ്ടുകയും ചെയ്തു. പിന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ഓർമ്മയില്ല. അവൻ എന്നെ എടുത്ത് വട്ടം കറക്കി. എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല. അതിൻ്റെ ഭവിഷ്യത്ത് ഓർത്തില്ല. മുൻവാതിൽ പൂട്ടിയൊന്നും ആലോചിച്ചില്ല. ഇനി ആളുകൾ കേൾക്കുമോ, ചേച്ചി ഇപ്പോൾ കൂട്ടുകിടക്കാൻ വരുമോ, ഇങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ആലോചിച്ചില്ല മാഡം. അതിനു മുമ്പ് തന്നെ ഞാനേതോ വൃത്തത്തിൻ്റെ അകത്തായിപ്പോയി. അവന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ടത്തെ മധുവിധു ഇന്ന് തിരിച്ചറിഞ്ഞു. ഇന്ന് അതിൽ കൂടി കടന്നുപോയി. എനിക്ക് ഒരു രീതിയിലും ഒരു പ്രശ്നവുമില്ല. മനസ്സിൽ കുറ്റബോധവുമില്ലായിരുന്നു. ആഹ്ലാദം മാത്രം. നേരവും കാലവും ഞാൻ മറന്നു. ചേച്ചി വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴാണ് ഞാൻ പോയി തുറന്നത്. അതോടുകൂടി ചേച്ചി അകത്ത് കയറി. ചേച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ചേച്ചിക്ക് അവനെ അറിയാം. കാര്യം നാട്ടുകാരുമായിട്ടെല്ലാം നല്ല സഹകരണമാണ്. ചേച്ചി പറഞ്ഞു സാരമില്ല, പക്ഷേ ഒരിക്കലും ഇവൾക്ക് പേരുദോഷമുണ്ടാക്കരുത്. അവിടെയും ഇവിടെയും ഒക്കെ നോക്കി ശ്രദ്ധിച്ച് മാത്രമേ മോനെ ഇനിയും വരാവേ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു വിട്ടു. അവന് സന്തോഷമായി. പോയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ ഒത്തിരി ചീത്ത പറഞ്ഞു. എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അന്നേരം നിനക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഉടനെ തന്നെ ഒരു കൊച്ചു പയ്യനെ എന്ന് പറഞ്ഞ്. ചേച്ചി ഇനി പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ ചേച്ചി ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചു പോയെന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറയുക അല്ല കരുതി കൂട്ടിയാണ്. ഇനിയിപ്പോൾ നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മോഹം എനിക്കും ഒരസുലഭ അവസരമാണ്. ഈ പയ്യനെ ഞാൻ നോട്ടമിട്ടതാണ്. ഇനി നമ്മൾ ഒന്നിച്ചായിരിക്കും എന്ന് പറഞ്ഞ് ചേച്ചി പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞ് അങ്ങനെയല്ല സംഭവിച്ചത്, പെട്ടെന്നാണെന്ന്. ആ പെട്ടെന്നാണ് നല്ലത്. പെട്ടെന്നാകുമ്പോഴേക്കും എല്ലാം ശരിയാകും. ഇനിയിപ്പോൾ എനിക്കും കുറേയധികം ആളുകളെ പരിചയമുണ്ട്. അവരെല്ലാം ഇങ്ങോട്ടേക്ക് വരുത്താമല്ലോ, ഒരു പ്രശ്നവുമില്ല. എൻ്റെ വീട്ടിലാകുമ്പോഴേക്കും ഇടവഴി കയറി പുറകിലേക്ക് പോകണം. ഇതാകുമ്പോൾ ഡയറക്റ്റ് റോഡിൽ നിന്ന് എൻട്രൻസ് ഉണ്ടല്ലോ മോളെ. ഇനി നമ്മൾ അടിച്ചു പൊളിക്കും എന്നാണ് പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഇപ്പോഴാണ് മട കുറ്റബോധം തോന്നുന്നത്. ചേച്ചി പല പ്ലാനുകളും ചെയ്യുകയാണ്. ആ ചെക്കനെ കണ്ട് നമ്പരൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അവനെ വിളിക്കാണ്ടിരിക്കുകയാണ്. ചേച്ചിക്കും പലവിധ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ചേച്ചി ആക്റ്റീവാണ്. അവിടെ നിന്നൊക്കെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്. എനിക്കാണെങ്കിൽ ചേച്ചി പിണക്കാനും വയ്യ, ഒന്നും വയ്യ. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് മാഡം. ഇതെല്ലാം കൂടി എവിടെ പോയി തീരുമെന്ന് അറിയില്ല. ആഗ്രഹമുണ്ട്, എന്നാലും ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും തുടക്കമല്ലേ, നിങ്ങൾക്കങ്ങനെ സംഭവിച്ചു പോയി. പെട്ടെന്ന് ഒരു കൂട്ടുകാരി ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളെ ആകെ കൂടി വല്ലാത്തൊരവസ്ഥയിലാക്കി. അവർ തന്നെ മുൻകൈ എടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ കഴിയുമ്പോഴേക്കും മനുഷ്യനല്ലേ അതിലേക്ക് വീണു പോകും. പിന്നീട് നിങ്ങളുടെ സ്വഭാവം മാറി. നിങ്ങൾ ആണുങ്ങളെ ആവശ്യമില്ലാതെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രദ്ധ കൂടിപ്പോയപ്പോൾ ആ ചെക്കനും ഓർത്തു ഇവരിങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് അവനും അധികാരം സ്ഥാപിക്കാൻ വന്നു. കാര്യങ്ങൾ ഒരു രീതിയിൽ നിയന്ത്രണമില്ലാതെ നടക്കുകയും ചെയ്തു. ഇപ്പം ചേച്ചി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി ഓർത്തു അത് കൊള്ളാം, എൻ്റെ വീട്ടിലേക്ക് പറ്റില്ലല്ലോ, എങ്കിൽ പിന്നെ ഇവിടെ തന്നെ ആയിക്കോട്ടെ, ക്യൂ എന്നുള്ള രീതിയിൽ അവർ ഒത്തിരി ആളുകളുമായിട്ട് ഇനി അങ്ങോട്ടേക്ക് വരാനുള്ളൊരു പ്ലാനാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ 2 സ്ത്രീകളും കൂടെ ചേർന്നിട്ട് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയി, അത് കഴിഞ്ഞ് 2, 3, 4 ആൾക്കൂട്ടം കൂടുന്നത് പോലെ ഇങ്ങനെ പോകും. അങ്ങനെ ആകുമ്പോഴേക്കും ആരോഗ്യപരമായ റിസ്ക് ഉണ്ട്, സാമൂഹ്യപരമായ റിസ്കുകളുണ്ട്. അപ്പോൾ ഒരിക്കലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഈ കാര്യത്തിന് എടുത്ത് ചാടരുത്. നിങ്ങളെ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. അല്ലാതെ അവർ പറയുന്ന പോലെ മൊത്തം ആളുകളെ ഇൻവൈറ്റ്
ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുണ്ടാകുക. രസമൊക്കെ തന്നെയാണ്, പക്ഷേ അതവസാനം ഒരു രസവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചെന്നെത്തും എന്നുള്ളത് മനസ്സിലാക്കുക. മുളയിൽ അത് നുള്ളുക. നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് അവരുടെ അമിതമായ ആവേശവും ശമിപ്പിക്കുക. അവരും അവസരം നോക്കിയിരിക്കുകയായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ കത്ത് അവരെ ഒന്ന് കേൾപ്പിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും ആവശ്യമില്ലാത്ത വലിയ വലിയ പ്രവർത്തനങ്ങളിലേക്ക് പോകരുത്. മനുഷ്യന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെയാകാൻ പാടില്ല. നിയന്ത്രണങ്ങൾ വേണം എല്ലാ മനുഷ്യർക്കും.